നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് പരാതി. കായംകുളം ഭരണിക്കാവ് സ്വദേശികളുടെ കുഞ്ഞാണ് മരിച്ചത്. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെതിരെയാണ് ബന്ധുക്കളുടെ പരാതി. പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രസവത്തിന് പിന്നാലെ ഹൃദയമിടിപ്പ് കുറഞ്ഞതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് നവജാത ശിശുവിന്റെ കുടുംബം രംഗത്ത്. കായംകുളം ഭരണിക്കാവ് ഇടയിലത്തറയിൽ അജീഷ് അതുല്യ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. പരാതിയെ തുടർന്ന് കായംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അതുല്യ കുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ കുഞ്ഞിന് ഹൃദയമിടിപ്പ് കുറവാണെന്നും വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും അറിയിച്ച അധികൃതർ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപേ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 24-ാം തീയതിയായിരുന്നു പ്രസവത്തിന് തീയതി നിശ്ചയിച്ചിരുന്നതെങ്കിലും പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ സിസേറിയൻ നടത്തുകയായിരുന്നു. 2 ദിവസം മുൻപ് അതുല്യയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ ജീവനക്കാർ തയ്യാറായില്ല എന്ന് ഭർത്താവ് അജീഷ് ആരോപിച്ചു. അന്ന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നുവെന്നും കുടുംബം പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.